തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. മാതാപിതാക്കളും അമ്മയുടെ സഹോദരനും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടിയുടെ മൃതദേഹം രാവിലെയാണ് സമീപത്തെ കിണറ്റിൽ കണ്ടെത്തിയത്. സാധ്യത കുറവാണ്. ഒന്നും പറയാൻ പറ്റത്തില്ല. 3 പേരും കസ്റ്റഡിയിലുണ്ട്. കാലത്തായിട്ട് കുട്ടിയുടെ അച്ഛനമ്മ പിന്നെ ഒരു സഹോദരനുണ്ട്, അമ്മയുടെ സഹോദരൻ. ഇത്രയും പേരാണ് ഇത്രയും പേരാണ് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുന്നത്. നേരിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം കുട്ടി നേരിട്ട് കിണറിൽ വീഴാനുള്ള സാധ്യത കുറവാണ്. അടിമുടി ദുരൂഹത നിറഞ്ഞ സംഭവമാണ് ബാലരാമപുരത്ത് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഗോകുൽ നാഥ് ചേരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും. ഗോകുല, അമ്മയും അമ്മാവനും അച്ഛനും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള തുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? മാഷെ, ഇപ്പോഴും ഈ തെളിവെടുപ്പ് നടപടികൾ അല്ലെങ്കിൽ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 3 പേരുടെയും അച്ഛൻ, അമ്മ, അതേപോലെ തന്നെ അമ്മാവൻ, ഈ 3 പേരുടെ മൊഴികളാണ് ഇപ്പോൾ പോലീസ് വെവ്വേറെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീതു, ശ്രീജിത്ത് എന്നീ ദമ്പതികളുടെ കുട്ടിയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായി എന്നുള്ള പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തുകയും പോലീസ് തന്നെയാണ് ഇത്തരത്തിൽ കിണറ്റിനുള്ളിൽ നിന്ന് മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കാരണം ഈ കുട്ടി നടന്നുപോയി വീഴാനുള്ള സാധ്യതകളില്ല. കിണറിന് കൈവരികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതിലേക്ക് വീഴാനുള്ള സാധ്യതകളൊന്നുമില്ല. എന്തായാലും ഇവരുടെ മൊഴികളിൽ, ഈ 3 പേരുടെയും മൊഴികളിൽ വളരെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. അച്ഛനൊപ്പമാണ് കുട്ടിയെ കിടത്തിയതെന്ന് അമ്മ പറയുമ്പോഴും തിരിച്ച് അച്ഛൻ പറയുന്നത് അമ്മയ്ക്കൊപ്പമാണ് കുട്ടി ഉണ്ടായിരുന്നെന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ ഇവർ കൊടുക്കുന്ന മൊഴി. ഈ മൊഴികളിലൊക്കെ വലിയ വൈരുദ്ധ്യമുണ്ട്. എന്തായാലും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അടക്കമുള്ള സംഘം ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇവർ പറയുന്ന മൊഴികളിലെ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ വളരെ പ്രകടമാണ്. പോലീസ് അറിയിക്കുന്നവർക്ക് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ഏകദേശം ഒരു 30 ലക്ഷം രൂപ അടുപ്പിച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അപ്പം ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ വരാറുണ്ടായിരുന്നില്ല, മാറിയാണ് താമസിച്ചിരുന്നത്. കുട്ടിയുടെ അച്ഛൻ വീട്ടിലേക്ക് എത്താറില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളുമുണ്ട്. എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം വീട്ടിൽ വന്നു പോകുന്ന ഒരു നിലയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തുകയും അവിടെ വെച്ചാണ് അങ്ങനെയാണ് കുട്ടി അച്ഛനൊപ്പം കിടന്നുറങ്ങുകയും പിറ്റേ ദിവസം കാണാതാകുകയും ചെയ്യുന്നത്. ഇതിലൊക്കെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വീടിനോട് ചേർന്ന് കുരുക്കിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം അത് ഈ കൂട്ട ആത്മഹത്യയുമായിട്ടോ അല്ലെങ്കിൽ കൂട്ട ആത്മഹത്യ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. സാമ്പത്തിക ഇത് മാത്രമല്ലല്ലോ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് അസ്വാഭാവികതയുള്ളത്? ഈ കുഞ്ഞ് കിടന്നുറങ്ങിയത് അമ്മയുടെ സഹോദരനൊപ്പമാണ് എന്ന് ആദ്യം ചില വിവരങ്ങൾ വരുന്നു. പിന്നീട് അമ്മയ്ക്കൊപ്പം തന്നെയായിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഈ അമ്മയുടെ സഹോദരന്റെ മുറിയിൽ തീ പിടിച്ചതിൻ്റെതായിട്ടുള്ള ചില തെളിവുകൾ വരുന്നു. വീടിന്റെ ചായ്പിൽ കയറുകൾ കുരുക്കിട്ട നിലയിൽ കാണുന്നു. ഈ അപ്പൂപ്പന്റെ മരണം, അമ്മൂമ്മയുടെ ആത്മഹത്യാശ്രമം, ഇങ്ങനെ എന്തൊക്കെ കഥകളാണ് ഒരു കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്? മാറു, തീർച്ചയായും ഇങ്ങനെ പല കഥകൾ വരുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോൾ പ്രാഥമികമായിട്ട് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെടുത്താൻ തക്ക തരത്തിലുള്ള കാര്യങ്ങൾ, ഈ സംഭവ വികാസങ്ങളുമായി ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. അതിലാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുകയാണ് കുട്ടിയുടേത് കൊലപാതകമെന്ന് പോലീസ് അരക്കിട്ട് ഉറപ്പിക്കുന്നുണ്ട്. അതിന് തെളിവായി പോലീസ് പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ നിരത്തുമ്പോൾ അത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഉറക്കുകയും ചെയ്യും. എന്തായാലും ശാസ്ത്രീയ അടിത്തറയോട് കൂടിയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിന്റെ വിവരങ്ങളുമായി പോലീസ് സ്റ്റേഷൻ തന്നെ തുടരുക.